രവികുമാറേട്ടൻ്റെ ഈ വിടവാങ്ങൽ എന്നെപ്പോലെയുള്ള ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അതൊരു വലിയൊരു ഷോക്കാണ്. എന്നുവെച്ചാൽ ഞാനൊക്കെ 1978 78 രംഗത്ത് വരുമ്പോൾ ഇവിടെ കുറേ ചെറുപ്പക്കാരായിട്ടുള്ള നടന്മാർ ആ സമയത്ത് ഇങ്ങനെ ഈ യങ്സ്റ്റേഴ്സിൽ കത്തി നിൽക്കുന്നവരുണ്ട്. ആ സമയത്ത് ടോപ്പായിട്ട് നിൽക്കുന്ന നസീർ സാറും മധു സാറും സോമേട്ടൻ, സുകുമാരേട്ടൻ, ജയേട്ടൻ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും അന്നത്തെ ഈ യങ്സ്റ്റേഴ്സിൻ്റെ റോൾ ചെയ്യാൻ രവികുമാറേട്ടൻ, പിന്നെ വല്ലപ്പോഴും പുള്ളി മലയാളത്തിൽ അധികം ചെയ്യില്ലെങ്കിലും കമലഹാസൻ സാറുണ്ടായിരുന്നു, പിന്നെ ജോസ്, രവി മേനോൻ, അങ്ങനെയുള്ളൊരു തലമുറ ആ സമയത്ത് അവരെയൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ തുടങ്ങുന്നത്. രവികുമാറേട്ടൻ വളരെ നമ്മുടെ അടുത്തൊക്കെ, കാരണം അദ്ദേഹം ഒരു സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്തൊരു പടത്തിലൂടെയാണ് രംഗത്ത് വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ തിരുവനന്തപുരത്തുള്ള രണ്ടാമത്തെ സ്റ്റുഡിയോ ആയ ശ്രീകൃഷ്ണ സ്റ്റുഡിയോയുടെ ഉടമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ഭാരതി മേനോൻ ഒരു ആക്ട്രസ് ആയിരുന്നു. സോ നല്ലോണം സിനിമ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഈ മകന് വേണ്ടിയിട്ട് എടുത്ത സിനിമയായിരുന്നു ഉല്ലാസയാത്ര എന്നുള്ള സിനിമ. അതിലൂടെയാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. പിന്നെ നമുക്ക് രവിയേട്ടനെ പറ്റി ഓർക്കുമ്പോൾ തോന്നുന്നതെല്ലാം അന്നത്തെ മനോഹരമായ പാട്ടുകളൊക്കെ പാടി അഭിനയിച്ചിട്ടുള്ളത് രവിയേട്ടനാണ്. ദാസേട്ടൻ്റെ ശബ്ദത്തിൽ കൂടെ വന്ന മനോഹരമായ പാട്ടുകൾ, പേൻ സ്വരം എന്നുള്ള പാട്ട്, പിന്നെ സന്ധ്യതൻ അമ്പലത്തിൽ, അങ്ങനെ ഐ വി ശശിയുടെ പടങ്ങളിലെ ഇഷ്ടം പോലെ നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി. പിന്നെ തമിഴിലും അതെ, കെ ബാലചന്ദ്രൻ്റെ ഡയറക്ഷനിൽ രജനീകാന്തും കമലഹാസനും രവികുമാറും ഈക്വൽ ക്യാരക്ടേഴ്സ് ചെയ്ത ഒരു സിനിമയായിരുന്നു അവർകൾ എന്നുള്ള സിനിമ. അതിൽ അദ്ദേഹം SPBയുടെ മനോഹരമായ ഗാനങ്ങൾ ഇദ്ദേഹം പാടി അഭിനയിക്കുന്നുണ്ട് അതിൽ. അങ്ങനെ നല്ല നല്ല പാട്ടുകൾ എപ്പോഴും രവിയേട്ടൻ എപ്പോഴും, അത് ചിലരുടെ ഒരു യോഗമാണെന്ന് പറയും നമ്മൾ, ചിലപ്പോൾ നല്ല നല്ല പാട്ടുകൾ അഭിനയിക്കാനുള്ളൊരു യോഗം അത് രവിയേട്ടൻ നല്ലോണം കിട്ടിയിട്ടുണ്ട്. ിലെ സ്വപ്നനാടകം, ആയിരം മാതളപ്പൂക്കൾ ആതിരേ മിന്നിഴിത്തുമ്പിൽ, മന്ദഹാസത്തേലുലിച്ചുണ്ടിൽ മയങ്ങും ചുംബനക്കനികൾ. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെ അടുപ്പം കാണിച്ചിരുന്ന ഒരാളായിരുന്നു എന്നോടൊക്കെ. പ്രത്യേകിച്ച് മദ്രാസിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു 3-4 സ്ട്രീറ്റ് അപ്പുറത്തായിരുന്നു വത്സരവാക്കം എന്നുള്ള സ്ഥലത്ത് രവിയേട്ടൻ്റെ വീട്. അപ്പോൾ രവിയേട്ടനുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ ഈ 80കളിലെ മദ്രാസിൽ സ്ഥിരതാമസം ഉണ്ടായിരുന്ന സിനിമാക്കാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. നമ്മുടെ ഭാഗ്യലക്ഷ്മിയും എല്ലാം ചേർന്നിട്ടാണ് അത് തുടങ്ങിയത്. അതിനെല്ലാ കൊല്ലവും നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൂടാറുണ്ട്. അന്നാണ് ഞാൻ അവസാനമായിട്ട് രവിയേട്ടനെ കാണുന്നത്. പിന്നെ അമൃത ടിവിയുടെ ഓർമ്മയിൽ എന്നുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ഒറ്റപ്പടം വില്ലനായിട്ട് ചെയ്തു. ഓ, അതേതാണ്? IV ശശിയുടെ അങ്ങാടി. ആ, ഹീറോ ആയിട്ട് ഞാൻ ഒരുപാട് പടങ്ങൾ ചെയ്യുമ്പോൾ ജയൻ എനിക്ക് വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലാണ് നിന്റെ നാക്ക് ഐ വിൽ പുൾ ഔട്ട് യുവർ ടങ് ബ്ലഡി എന്നോട് പറയുന്നത്. നിങ്ങൾ സീമയിൽ കൂടെ കാറിൽ പോകുമ്പോ അപ്പൊ ശശി എന്ന് പറഞ്ഞു. അപ്പൊ അതുവരയ്ക്കും ശശിക്ക് സോമനായിരുന്നു ഹീറോ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പെണ്ണോട് എടാ ഈ പടത്തിൽ നീ ഞങ്ങൾ പടം സെട്ടി സാറിന് വിളിക്കും, ശശിയെ ഡയറക്ടർ സാറിന്. വെളിയിൽ ഞങ്ങൾ വളരെ ക്ലോസ് ആണ്. ജയൻ ഇതിൽ ഹീറോ ചെയ്യട്ടടാ, നീ വില്ലനായിട്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ചെയ്യാം. ആ വില്ലൻ വേഷനും എനിക്ക് നല്ല പേര് കിട്ടി. അത് ആ ഡയറക്ടറിനെ കഴിയും. രവികുമാറിനെ കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക്, സംഗീത സംവിധായകന് നമ്മുടെ മലയാളത്തിൽ എല്ലാവർക്കും രവീന്ദ്രൻ മാസ്റ്റർ എന്നറിയപ്പെടുന്ന രവീന്ദ്രൻ, ഞങ്ങളുടെയൊക്കെ രവിയേട്ടൻ. ഈ രവിയേട്ടനാണ് രവികുമാറിന് ശബ്ദം കൊടുത്തിരുന്നത് സ്ഥിരമായിട്ട്. അതൊരു വളരെ, ഞാനൊക്കെ രവീന്ദ്രൻ മാസ്റ്ററെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ആ ഒരു സമയത്ത് മദ്രാസിൽ ജീവിച്ചത് തന്നെ രവികുമാറിന് ശബ്ദം കൊടുത്തുകൊണ്ടാണ്. കാരണം അദ്ദേഹം മ്യൂസിക് ഡയറക്ഷൻ തുടങ്ങിയിട്ടില്ല ആ സമയത്ത്. പാടാനും കോറസൊക്കെ പാടിയിട്ടുള്ളൂ, അങ്ങനെ അധികം പാട്ടുകളും പാടിയിട്ടില്ല അദ്ദേഹം ആ സമയത്ത്.
അപ്പോൾ അദ്ദേഹത്തിന് രവീന്ദ്ര മാസ്റ്റർക്ക് ആ സമയത്ത് മദ്രാസിലെ സുഖമായ ഒരു ജീവിതം പ്രദാനം ചെയ്തത് ശരിക്കും രവികുമാറിൻ്റെ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന റോൾസ് കൊണ്ട് കൂടിയാണ്. അപ്പോൾ അത് രണ്ട് രവീന്ദ്രൻ ആൻഡ് രവികുമാർ. അപ്പം അതും നമുക്കൊരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പുതിയ അറിവായിരുന്നു ആ സമയത്ത്. ഇത് അറിഞ്ഞ സമയത്ത് രവീന്ദ്ര മാസ്റ്ററാണ് രവികുമാർ ഏട്ടന് ശബ്ദം കൊടുക്കുന്നത് എന്നുള്ളത്. കാരണം രവികുമാർ ഏട്ടൻ തമിഴ്നാട്ടിൽ ജനിച്ച് വളർന്നുകൊണ്ട് മലയാളം അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. അത് കാരണമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം രവീന്ദ്ര മാസ്റ്റർ കൊടുത്തിരുന്നത്. രവികുമാർ ഏട്ടന് തമിഴിലൊക്കെ അദ്ദേഹം സ്വന്തമായിരുന്നു അദ്ദേഹം ഡബ് ചെയ്തിരുന്നത്. നമുക്ക് അവിടെ വേറെ ആളെ കിട്ടും. അവളെന്തിനാ അതൊക്കെ അസൗകര്യമാവും. പഴയ ചില സാരിയൊക്കെ കൊടുത്തില്ലേ, വല്ല 10-25 കൊടുത്തേക്കും. പിന്നെന്ത് വേണമെന്നാണ് രത്നം പറയുന്നത്? സഹതാപം അത്ര മതി. എന്തായാലും രവിയേട്ടൻ ഇങ്ങനെ സുഖമില്ലാതിരിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് തീരെ അറിയില്ലായിരുന്നു. അദ്ദേഹം എൻ്റെ പേരിലൊരു, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അതും കൂടി പറയാതിരിക്കാൻ വയ്യ. കാരണം ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഏതോ ഒരു സ്വപ്നം എന്നുള്ള സിനിമയിൽ അന്നൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുകയാണ്. ആ സമയത്ത് ആ സിനിമ കാണുമ്പോൾ രവികുമാരേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കൃഷ്ണചന്ദ്രൻ എന്നാണ്. അപ്പോൾ അത് അദ്ദേഹത്തിനോട് ഒരു കൂടുതലോ എൻ്റെ പേരൊന്നും ഇങ്ങനെ ബാക്കിയുള്ളവർക്കുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു അടുപ്പം കൂടി രവിയേട്ടനുമായിട്ടുണ്ടായിരുന്നു. എന്തായാലും രവിയേട്ടൻ്റെ ഈ നമ്മളെ വിട്ടുപോയ ഈ സമയം തീരെ പ്രതീക്ഷിക്കാത്തൊരു സമയമായിപ്പോയി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.